വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. മാത്തമാറ്റിക്കൽ അനാലിസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ രണ്ട് സ്പെഷ്യൽ ക്ലാസ് ഓഫ് സീക്വൻസിൻ്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. സമ്മേഷൻ 1/n എന്ന് പറയുന്ന ഹാർമോണിക് സീരീസ്, ദിസ് ഈസ് ആക്ച്വലി ഡൈവേർജൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സമ്മേഷൻ 1/n², ദിസ് ഈസ് ആക്ച്വലി കൺവേർജൻറ്റ്. അടുത്തതായിട്ട് നമ്മളിതിൻ്റെ ജനറൽ കേസാണ്. ഇനി ജനറലി നമ്മൾ സമ്മേഷൻ 1/n⁻p എന്നൊരു കേസ് എടുത്താൽ ഇതിനെ പി സീരീസ് എന്നാണ് വിളിക്കുന്നത്. ഇത് കൺവേർജൻ്റ് ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ അവർ റിസൾട്ട് ഈസ് ഇഫ് p greater than 1, this series is actually convergent. ഇതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സോ സമ്മേഷൻ 1/n⁻p എന്ന സീരീസ് p greater than 1-ൽ കൺവേർജൻ്റ് ആണെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത സമ്മേഷൻ 1/n² അകത്ത് ചെയ്ത മെത്തേഡ് തന്നെയാണ് ഇവിടെയും അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ലെറ്റ് us proceed. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുക്കും. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് ആണോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. ബൗണ്ടഡ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. മൊണോട്ടോണിക്കുമാണെങ്കിൽ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്, സോ വിച്ച് മീൻസ് ദാറ്റ് ദ കറസ്പോണ്ടിങ് സീക്വൻസ് ഈസ് കൺവേർജൻറ്റ്, ദെൻ ദ കറസ്പോണ്ടിങ് സീരീസ് ഈസ് ഓൾസോ കൺവേർജൻറ്റ്. ദിസ് ഈസ് ദ മെത്തേഡ്. ഓക്കെ, ആദ്യം അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുക്കുക. ലെറ്റ് Sn be the sequence of partial sums of the series summation 1/n⁻p. Okay, so Sn is actually equal to 1/1⁻p plus 1/2⁻p plus 1/3⁻p plus etc. up to 1/n⁻p. S1 നമുക്കറിയാം, S2 നമുക്കറിയാം. സോ Sn+1 ഈസ് ആക്ച്വലി ഈക്വൽ ടു 1/1⁻p പ്ലസ് 1/2⁻p പ്ലസ് 1/3⁻p പ്ലസ് etc. 1/n⁻p plus 1/n+1⁻p. Okay, so this is actually Sn+1. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും, ഫസ്റ്റ് n ടേംസ് എന്ന് വെച്ചാൽ Sn തന്നെയാണ്. സോ Sn+1 ഷുഡ് ബി ഈക്വൽ ടു Sn plus 1/n+1⁻p. ഓക്കെ, സോ Sn+1 can be written as Sn+1 should be equal to Sn plus 1/n+1⁻p എന്ന് എഴുതാൻ സാധിക്കും. സോ വിച്ച് ഇംപ്ലൈസ് Sn+1 minus Sn should be equal to 1/n+1⁻p. നമുക്കറിയാം 1/n+1 പോസിറ്റീവാണ്, 1/n+1⁻p പോസിറ്റീവാണ്. സോ ദിസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. സോ വിച്ച് ഇംപ്ലൈസ് Sn+1 minus Sn is greater than 0. So which implies Sn+1 is always greater than Sn. So which means our sequence is actually monotonic increasing. നമ്മുടെ സീക്വൻസ് ഒരു monotonic increasing ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ഓക്കെ, സോ നമ്മുടെ സീക്വൻസ് monotonic increasing ആണ്. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് Sn കൺവേർജൻ്റ് ആകണമെങ്കിൽ Sn ഷുഡ് ബി ബൗണ്ടഡ്. ഓക്കെ, സോ in order to establish that the series is convergent, we have to establish that sequence of partial sums is bounded. So it is enough to prove that Sn is bounded. അപ്പോൾ Sn ബൗണ്ടഡ് ആണെന്നാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ Sn മൊണോട്ടോണിക് ആയതുകൊണ്ട് Sn ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം Sn ഒരു സബ് ക്ലാസ് ബൗണ്ടഡ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ വി വിൽ പ്രൂവ് ദാറ്റ് the subsequence Skn of Sn അല്ലെ Skr of Sn ഇൻഡെക്സുകൾ സെയിം ആകണ്ട ഈസ് ബൗണ്ടഡ്.
ഓക്കെ. സോ മൊണോട്ടോണിക് ആയതുകൊണ്ട് സബ്സീക്വൻസ് ബൗണ്ടഡ് ആണ്, സീക്വൻസും ബൗണ്ടഡ് ആയിരിക്കും, വിച്ച് മീൻസ് ദാറ്റ് എസ് എൻ ബൗണ്ടഡ് ആയിട്ട് കിട്ടും. എസ് എൻ മൊണോട്ടോണിക് ആണ്, ബൗണ്ടഡ് ആണ്, വിച്ച് മീൻസ് എസ് എൻ ഈസ് കൺവേർജൻറ്റ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഇവിടെ നമ്മൾ പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെ ലെറ്റ് K1 is equal to 2 raised to 1 minus 1, which is equal to 1. And K2 should be equal to 2 square minus 1, which is 3. And K3 should be equal to 2 cube minus 1, which is 7. And K4 should be equal to 2 raised to 4 minus 1, which is actually 15, etc. KR should be equal to 2 raised to R minus 1. ഇങ്ങനെയാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ്ലി ചെയ്ത അതേ കാര്യം തന്നെ. ഓക്കെ. നൗ കറസ്പോണ്ടിങ് സീക്വൻസുകൾ എഴുതുന്നു. നൗ SK1 is equal to S1, which is equal to 1 by 1 raised to P. Now SK2, we should be equal to S3, which is 1 by 1 raised to P plus 1 by 2 raised to P plus 1 by 3 raised to P. Now SK3 is actually S7, which is 1 by 1 raised to P plus 1 by 2 raised to P plus 1 by 3 raised to P plus 1 by 4 raised to P plus etc. 1 by 7 raised to P. ഓക്കെ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ്ലി ചെയ്ത പോലെ തന്നെയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് ഈസ് ആക്ച്വലി ബൗണ്ടഡ് എബോവ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. മൊണോട്ടോണിക് ഇൻക്രീസിങ് ആണ്, ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ കൺവേർജൻ്റ് ആകും. സോ നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ടേംസിനും പകരം അതിനെക്കാട്ടിലും ബിഗ്ഗർ ആയിട്ടുള്ള 1 by 2 raised to P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ. സോ വി നോ ദാറ്റ് 1 by 2 raised to P is greater than 1 by 2 raised to P, 1 by 3 raised to P. Okay, greater than or equal to രണ്ടിൻ്റെ കേസിലും 2 raised to P 1 by 2 raised to P യോട് ഈക്വൽ ആണ്. 1 by 2 raised to P 1 by 3 raised to P യെക്കാട്ടിലും വലുതാണ്. സോ 1 by 2 raised to P plus 1 by 2 raised to P is actually greater than 1 by 2 raised to P plus 1 by 3 raised to P. അതായത് ഈ രണ്ട് വാല്യൂസിനും പകരം അതിനെക്കാട്ടിലും ബിഗ്ഗർ ആയിട്ടുള്ള 1 by 2 raised to P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദിസ് തിങ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 by 1 raised to P plus 1 by 2 raised to P plus 1 by 2 raised to P. Okay, 2 times 1 by 2 raised to P. So this is equal to 1 plus 2 times 2 raised to P എന്ന് കിട്ടും, which is equal to 1 plus 1 by 2 raised to P minus 1 എന്ന് കിട്ടും. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് വാല്യൂ കിട്ടി. S3 is less than 1 plus 1 by 2 raised to P minus 1 എന്ന് കിട്ടി. പ്രത്യേകം ശ്രദ്ധിക്കുക, പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇവിടെ നമുക്കിതിനെ ജനറലി നമുക്ക് SK2 plus 1 by 4 raised to P plus 1 by 5 raised to P plus 1 by 6 raised to P plus 1 by 7 raised to P എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. സോ SK2 ഈസ് ലെസ് ദാൻ നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു 1 plus 1 by 2 raised to P minus 1. സോ ദിസ് ഈസ് ലെസ് ദാൻ 1 plus 1 by 2 raised to P minus 1 plus ഇനി ദിസ് ഈസ് 1 by 4 raised to P 1 by 5 raised to P 1 by 6 raised to P 1 by 7 raised to P. അതിനെല്ലാത്തിനും പകരം ഏറ്റവും ചെറുതായ 1 by 4 raised to P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇവിടെ 4 ടേംസ് ഉണ്ട്. സോ 4 പ്രാവശ്യം 1 by 4 raised to P സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 4 by 4 raised to P എന്ന് കിട്ടും. ഓക്കെ. സോ നമുക്കതിനെ ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും. സോ SK3 is actually less than 1 plus 1 by 2 raised to P minus 1 plus ഇവിടെ 4ഉം ഒരു 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 1 by 4 raised to P minus 1 എന്നെഴുതാം. അല്ലെങ്കിൽ which is equal to 1 by 1 plus 1 by 2 raised to P minus 1 plus 1 by 2 raised to P minus 1 the whole square. ഓക്കെ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ.
So this is the answer. So SK3 is actually less than this. Similarly, SK4 ന്റെ കാര്യം എഴുതുമ്പോൾ SK4 is actually S15, which is actually നമുക്കറിയാം S7 പ്ലസ് അല്ലെങ്കിൽ S7 എന്ന് പറയുമ്പോൾ 1/7 റൈസ് ടു പി വരെയുള്ള ടേംസ് എഴുതി, പ്ലസ് 1/8 റൈസ് ടു പി പ്ലസ് 1/9 റൈസ് ടു പി പ്ലസ് എക്സെട്ര അപ് ടു 1/15 റൈസ് ടു പി എന്ന് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, നൗ S7ൻ്റെ വാല്യൂ ഈസ് ലെസ് ദാൻ, അല്ലെങ്കിൽ SK3യുടെ വാല്യൂ ഈസ് ലെസ് ദാൻ 1 പ്ലസ് 1/2 റൈസ് ടു പി മൈനസ് 1 പ്ലസ് 1/2 റൈസ് ടു പി മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദി ആൻസർ ആസ്, so this is actually SK4 which is less than 1 plus 1/2 raised to p minus 1 plus 1/2 raised to p minus 1 the whole square. അടുത്തത് 1/8 റൈസ് ടു പി 1/9 റൈസ് ടു പി എക്സെട്ര 1/15 റൈസ് ടു പി വരെയുള്ള എല്ലാ ടേംസിനും പകരം ടോട്ടൽ ഇത് 8 ടേംസ് വരും. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ടോട്ടൽ 8 ടേംസ് വരും. ആ 8 ടേംസിനും പകരം നമ്മൾ അതിനെക്കാട്ടിലും വലിയ വാല്യൂ ആയ 1/8 റൈസ് ടു പി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ 1/8 റൈസ് ടു പി 1/8 റൈസ് ടു പി എക്സെട്ര 1/8 റൈസ് ടു പി, ഇവിടെ 8 ടേംസ് ഉള്ളതുകൊണ്ട് ടോട്ടൽ ഈസ് ആക്ച്വലി 8/8 റൈസ് ടു പി എന്ന് എഴുതാം. ഇവിടെ നിന്ന് ഒരു 8 ക്യാൻസൽ ആക്കുമ്പോൾ this should be equal to 1 plus 1/2 raised to p minus 1 plus 1/2 raised to p minus 1 the whole square plus 1/8 raised to p minus 1. 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം. So this is actually SK4 is actually less than 1 plus 1/2 raised to p minus 1 plus 1/2 raised to p minus 1 the whole square plus 1/2 raised to p minus 1 the whole cube. ഓക്കെ, സോ ദിസ് ഈസ് ദ, കാരണം 8നെ നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടും. സോ നമുക്ക് SK4 വരെ എഴുതിയപ്പോൾ 1/2 raised to p minus 1 the whole cube. SK3 എഴുതിയപ്പോൾ 1/2 raised to p minus 1 the whole square. സോ നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് വി ക്യാൻ പ്രൊസീഡ് ഇൻ ജനറൽ. ഓക്കെ, so if you proceed like this, using mathematical induction, we can write it as generally Skj for an arbitrary j is actually less than 1 plus, ഇവിടെ K4 വന്നപ്പോൾ പവർ 3 വരെ വന്നു, Kj വരുമ്പോൾ പവർ j minus 1 വരെ വരും. So 1/2 raised to p minus 1 plus 1/2 raised to p minus 1 the whole square plus etc up to 1/2 raised to p minus 1 the whole raised to j minus 1 എന്ന രീതിയിൽ നമുക്ക് എഴുതാം. So this is of the form, the right side is of the form 1 plus r plus r square plus etc up to r raised to j minus 1. Okay, where r is actually 1/2 raised to p minus 1. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് p minus 1 ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ 0. സോ ഇത് 1/2 ഒരു പോസിറ്റീവ് പവറാണ്. 1/2 ഒരു പോസിറ്റീവ് പവറിൻ്റെ വാല്യൂ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനെക്കാട്ടിലും വലുതായതുകൊണ്ട് ദിസ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 1. ഓക്കെ, ഇതൊരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് വി ക്യാൻ ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് 0 ലെസ് ദാൻ r ലെസ് ദാൻ 1 എന്ന് പറയാൻ സാധിക്കും. കാരണം p ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മാത്രമേ ഈ ആറിൻ്റെ വാല്യൂ 0യുടെയും 1ൻ്റെ ഇടയ്ക്കാകത്തുള്ളൂ. കാരണം p ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ മാത്രമേ p minus 1 ഗ്രേറ്റർ ദാൻ 0 ആകത്തുള്ളൂ. എങ്കിൽ മാത്രമേ 1/2 raised to എ പോസിറ്റീവ് നമ്പർ എന്ന് വരത്തുള്ളൂ. എങ്കിൽ മാത്രമേ ന്യൂമറേറ്ററിനെക്കാട്ടിലും വലുതായിട്ട് ഡിനോമിനേറ്റർ വരത്തുള്ളൂ. കാരണം ഡിനോമിനേറ്റർ 2ൻ്റെ ഒരു പോസിറ്റീവ് പവറാണ്. സോ വിച്ച് മീൻസ് ദിസ് ക്വാണ്ടിറ്റി ഷുഡ് ബി ലെസ് ദാൻ 1 ആകത്തുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമേ ഇതിൻ്റെ സം
നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. ദിസ് സം ഷുഡ് ബി ഈക്വൽ ടു the first quantity of a is actually 1 minus r raised to j divided by 1 minus r. നമുക്കിതിനെ 1 minus r raised to j divided by 1 minus r എന്ന് എഴുതാം, which is less than 1 divided by 1 minus r. കാരണം ഇവിടെ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ 1 divided by 1 minus r raised to j divided by 1 minus r എന്ന് എഴുതാം. r is actually a positive number, r raised to j is some positive number, divided by 1 minus r is also a positive number, കാരണം rൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാണ്. സോ 1 divided by 1 minus r minus a positive number എന്നാണ് നമ്മൾ എഴുതുന്നത്. സോ which is always less than 1 divided by 1 minus r. So generally ഇവിടെ r ന് പകരം 1/2 raised to p minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ using this we can write skj should be less than 1 divided by 1 minus 1/2 raised to p minus 1. Okay, here r is actually 1/2 raised to p minus 1 ആണ് r എന്ന് പറയുന്നത്. നമ്മൾ ചൂസ് ചെയ്ത പി ഒരു ഫിക്സഡ് നമ്പറാണ്. ഓക്കെ, സോ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു ഫിക്സഡ് നമ്പറാണ്. ഇതിന് എം എന്ന് കൊടുക്കുകയാണെങ്കിൽ സോ എം ഷുഡ് ബി ഈക്വൽ ടു 1 divided by 1 minus 1/2 raised to p minus 1. ഇതൊരു ഫിക്സഡ് നമ്പറാണ്, കാരണം പി ഒരു ഫിക്സഡ് നമ്പറാണ്. 1 divided by 1 minus 1/2 raised to p minus 1 അതുകൊണ്ടൊരു ഫിക്സഡ് നമ്പറാണ്. ദിസ് ഇസ് എ പോസിറ്റീവ് നമ്പർ. സോ ഇൻ ജനറൽ we can write it as skj is less than m for all j. So skj is less than m for all j എന്ന് വെച്ചാൽ നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് skj എന്ന് പറയുന്ന സീക്വൻസ് ഈസ് ബൗണ്ടഡ്. സോ skj ഈസ് ബൗണ്ടഡ്, which implies Sn is bounded. കാരണം Sn മൊണോട്ടോണിക് ആണ്. ഒരു മൊണോട്ടോണിക് സീക്വൻസ് ബൗണ്ടഡ് ആകാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു സബ് സീക്വൻസ് ബൗണ്ടഡ് ആയാൽ മതി. ഓക്കെ, സോ Sn ഈസ് ബൗണ്ടഡ്. Sn ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. സോ Sn ഈസ് മൊണോട്ടോണിക് ഇൻക്രീസിങ് ആൻഡ് ബൗണ്ടഡ്. സോ ബൈ monotone convergence theorem Sn is convergent. So Sn നമ്മൾ ചൂസ് ചെയ്തത് summation 1/n raised to p യുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. സോ summation 1/n raised to p യുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ബൗണ്ടഡ് ആണ്. സോ summation 1/n raised to p യുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് is bounded. സീക്വൻസ് ഓഫ് പാർഷ്യൽ sums is actually convergent. ബൗണ്ടഡ് ആയതുകൊണ്ട് കൺവേർജൻ്റ് ആണ്. സോ വിച്ച് മീൻസ് summation 1/n raised to p is convergent when p greater than 1. ഇവിടെ p greater than 1 എന്നുള്ളത് എസെൻഷ്യൽ ആർഗ്യുമെൻ്റ് ആണ്. കാരണം എങ്കിൽ മാത്രമേ p greater than 1 ആണെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് r-ൻ്റെ വാല്യൂ വിച്ച് ഈസ് 1/2 raised to p minus 1 ലെസ് ദാൻ 1 ആകത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഈ സമ്മ് ലെസ് ദാൻ 1 ഡിവൈഡ് ബൈ 1 മൈനസ് ആണെന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഈ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ആ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്നും പറയാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളിത് പ്രീവിയസ്ലി ചെയ്ത അതേ ടെക്നിക്ക് വെച്ച് തന്നെയാണ് നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവർ സീക്വൻസ് സീരീസ് summation 1/n raised to p converges whenever p is greater than 1. സോ നമ്മൾ p ഈക്വൽ ടു 1ൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, p greater than 1ൻ്റെ കേസും പറഞ്ഞു. ഓക്കെ, സോ വി ഹാവ്, നമുക്കതിനെ കുറച്ചുകൂടി സമ്മപ്പ് ചെയ്ത് റിസൾട്ടായിട്ട് എഴുതാം. സോ summation 1/n raised to p converges whenever p greater than 1 and summation 1/n raised to p diverges if p equal to 1. Okay, what about p? ഇപ്പം നമ്മൾ p greater than or equal to 1ൻ്റെ കേസെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തു. വാട്ട് അബൌട്ട് 0 ലെസ് ദാൻ p ലെസ് ദാൻ 1? കാരണം ഈ ഒരു കേസ് കൂടെ നമുക്ക് റിമെയിൻ ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ കേസും നമ്മൾ കൺസിഡർ ചെയ്തു പോസിറ്റീവ് വാല്യൂസിൻ്റെ കേസ്. സോ വാട്ട് അബൌട്ട് 0 ലെസ് ദാൻ p ലെസ് ദാൻ 1? സോ പിയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കാവുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക summation 1/n
n റൈസ് ടു p എന്ന് പറയുന്ന സീരീസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ് Sn എന്ന് കൺസിഡർ ചെയ്യുക. Sn ഈസ് ഓൾവേസ് മൊണോട്ടോണിക്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം Sn പ്ലസ് 1 മൈനസ് Sn എടുക്കുമ്പോൾ നമുക്ക് 1/n+1 റൈസ് ടു p എന്ന് കിട്ടും, which is greater than 0. So which means that Sn plus 1 is greater than Sn. So Sn is actually monotonic increasing. കാരണം p greater than 0 ആണ്. So 1/n+1 raised to p is always positive. So ഇതൊരു monotonic increasing sequence ആണ്. ഇനി ഇത് ബൗണ്ടഡ് ആണോ നോക്കിയാൽ മതി. ഓക്കെ, നമുക്കറിയാം 1/n raised to p is always less than 1/n. ഓക്കെ, കാരണം പിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കാണ്. കാരണം പിയുടെ പവർ എന്നിൻ്റെ പവർ എന്ന് വെച്ചാൽ 0യ്ക്കും 1നും ഇടയ്ക്കാണ്. സോ നമുക്ക് n റൈസ് ടു 1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ n റൈസ് ടു p. കാരണം പിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കാണ്. സോ 1/n ഈസ് ഓൾവേസ് ലെസ് ദാൻ 1/n റൈസ് ടു p. ഓക്കെ, സോ ഇവിടെ തിരിഞ്ഞാണ് വരുന്നത്, സോറി. സോ 1/n റൈസ് ടു p ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1/n. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ റീസൺ പിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കായതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. സോ 1/n റൈസ് ടു p ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1/n. ഓക്കെ, നൗ നമുക്കറിയാം 1/n എന്ന് പറയുന്ന സീക്വൻസ് എടുക്കുകയാണ്, സീരീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്, സമ്മേഷൻ 1/nൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് അതിനെ നമുക്ക് Tn എന്ന് കൊടുത്തു. ഓക്കെ, Tn ഈസ് നോട്ട് ബൗണ്ടഡ്. ഓക്കെ, കാരണം അതുകൊണ്ടാണ് ഈ സീരീസ് ഡൈവേർജൻ്റ് ആയത്. ഇനി 1/n റൈസ് ടു p ഈസ് ഗ്രേറ്റർ ദാൻ 1/n ആയതുകൊണ്ട് ഓക്കെ നമുക്ക് എഴുതാം, നമുക്ക് ജനറലി എഴുതാം Sn ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ Tn. Sn എന്നുള്ളത് 1/n റൈസ് ടു പിയുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. Tn എന്നുള്ളത് n/1/nൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ്. ഇതെന്തുകൊണ്ടാണ്? Sn ഷുഡ് ബി ഈക്വൽ ടു 1/1 റൈസ് ടു p പ്ലസ് 1/2 റൈസ് ടു p പ്ലസ് എക്സെട്ര 1/n റൈസ് ടു p. Tn ഈസ് ആക്ച്വലി 1/1 പ്ലസ് 1/2 പ്ലസ് എക്സെട്ര 1/n. നമ്മൾ ഓൾറെഡി പറഞ്ഞു 1/n റൈസ് ടു p ഗ്രേറ്റർ ദാൻ 1/n ഫോർ ഓൾ n. ഓക്കെ, കാരണം പിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കാണ്. സോ 1/1 റൈസ് ടു പിയെക്കാട്ടിലും വലുതാണ് 1/1. 1/2 റൈസ് ടു p ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ 1/2. ഓക്കെ, 1/3 റൈസ് ടു p ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ 1/3. അങ്ങനെ എഴുതുമ്പോൾ ഇതിൻ്റെ ഓരോ ടേമിനെക്കാട്ടിലും വലുതാണ് ഇപ്പോഴത്തെ ടേം ആയതുകൊണ്ട് തന്നെ 1/n റൈസ് ടു p ഗ്രേറ്റർ ദാൻ 1/n ഫോർ ഓൾ n ആയതുകൊണ്ട് നമുക്ക് എഴുതാം Sn ഈസ് ഗ്രേറ്റർ ദാൻ Tn എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു Tn ഈസ് നോട്ട് ബൗണ്ടഡ്. ഓക്കെ, Tn ബൗണ്ടഡ് അല്ല. സോ Tn ഈസ് നോട്ട് ബൗണ്ടഡ്. ഇനി Sn എന്നുള്ളത് Tn-നേക്കാട്ടിലും വലുതാണ്. അപ്പോൾ Tn ബൗണ്ടഡ് അല്ല എങ്കിൽ അതിനെക്കാട്ടിലും വലുതായിട്ടുള്ളതൊന്നും ബൗണ്ടഡ് അല്ല. സോ വിച്ച് മീൻസ് Sn ഈസ് നോട്ട് ബൗണ്ടഡ്. സോ നമ്മൾ 1/n റൈസ് ടു p എന്ന് പറയുന്ന സീക്വൻസ് സീരീസ് എടുത്തു, അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എടുത്തു. സോ സമ്മേഷൻ 1/n റൈസ് ടു p 0 ലെസ് ദാൻ p ലെസ് ദാൻ 1. അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് Sn ഈസ് ആക്ച്വലി മൊണോട്ടോണിക് ഇൻക്രീസിങ് ബട്ട് നോട്ട് ബൗണ്ടഡ്. ഇംപ്ലൈസ് നോട്ട് കൺവേർജൻറ്റ്. ഓക്കെ, സോ വിച്ച് മീൻസ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കൺവേർജൻ്റ് അല്ല, വിച്ച് മീൻസ് ഡൈവേർജൻ്റ് ആണ്. സോ സമ്മേഷൻ 1/n റൈസ് ടു p ഈസ് ഓൾസോ ഡൈവേർജൻറ്റ്. 0 ലെസ് ദാൻ p ലെസ് ദാൻ 1. സോ നമുക്ക് സമ്മപ്പ് ചെയ്ത് ഹോൾ തിങ്ങിനെ കൂടെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് പറയാം. ഓക്കെ, സോ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്
നമ്മൾ സമ്മേഷൻ 1/n⁻p എടുക്കുകയാണ്. p > 1 കൺവേർജ് ചെയ്യും. p = 1 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹാർമോണിക് സീരീസ് കൺവേർജ് ചെയ്യത്തില്ല. സോ p < 1 ആണെങ്കിൽ 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ ഡൈവേർജ് ചെയ്യും. സോ വി ക്യാൻ quote that as a result. Altogether, the series summation 1/n⁻p converges if and only if p < 1. Okay, and it diverges if and only if പറഞ്ഞുകൊണ്ട് >1 മാത്രമേ ഇത് കൺവേർജ് ചെയ്യത്തുള്ളൂ. p > 1 അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യത്തില്ല, കൺവേർജ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ സമ്മേഷൻ 1/n⁻p converges for p > 1 and diverges if p 0 less than p less than or equal to 1. ഓക്കെ, നമുക്ക് 0 ഇൻക്ലൂഡ് ചെയ്യാം. കാരണം 1/n⁻p p 0 ആകുമ്പോൾ 1/1കളുടെ സമ്മാവും 1/1കളുടെ സമ്മും ബൗണ്ടഡ് കൺവേർജൻ്റ് അല്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ ജനറൽ ക്രൈറ്റീരിയ ഫോർ കൺവേർജൻസ് ഓഫ് പി സീരീസ്. ഓക്കെ, സോ പി സീരീസുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് കാണാൻ സാധ്യതയുണ്ട്. സോ പ്ലീസ് റീഡ് ദിസ്, അണ്ടർസ്റ്റാൻഡ് ദിസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കോൺടാക്ട് മീ. താങ്ക് യു.